മൂവാറ്റുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാഹനം കണ്ടെത്തിയെങ്കിലും പ്രതികളെവിടെ? അപകടത്തിന് ശേഷം കടന്നുകളഞ്ഞ 2 അംഗ സംഘത്തിന് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ഇടുക്കി സ്വദേശികളായ മുഹമ്മദ് ഷെരീഫ്, സുഹൃത്ത് ആഫീസ് നിസാർ എന്നിവരാണ് SIയെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കല്ലൂർക്കാട് SI EM മുഹമ്മദ് ചികിത്സയിലാണ്. SIയെ ഇടിച്ചിട്ട കാർ വെങ്ങല്ലൂരിലാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കദളിക്കാട് ഭാഗത്ത് വാഹന പരിശോധന നടത്തവെയാണ് കല്ലൂർക്കാട് SI മുഹമ്മദിനെ പ്രതികൾ കാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയത്. ആക്രമണത്തിന് ശേഷം ഇവർ കാറുമായി തൊടുപുഴയിലേക്ക് കടന്നു. വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൾ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഒരിക്കലും സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്താണ് നമ്മൾ പെട്രോളിടയ്ക്ക് SPയുടെ പ്രത്യേക നിർദ്ദേശവും ഓടുന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. NDPS കേസുകളും മറ്റു കേസുകളും ഡിറ്റക്ട് ചെയ്യണം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. ഈ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് സംശയം എന്തോ ഒരു കൈമാറ്റം പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ചെറുപ്പക്കാരെ പിള്ളേരാണ് അവരുടെ ആ ഒരു ഇരിപ്പിലും അതിൽ സാഹചര്യം. മറ്റേന്ന് പറയുമ്പോൾ ഒന്നിലെ സ്ഥലങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണെന്നുള്ള രീതിയിലൊരു സംസാരം വരുന്നുണ്ടായിരുന്നു. SIയെ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫും ഒപ്പമുണ്ടായിരുന്നത് ആഫീസ് നിസാർ എന്ന ആളുമാണെന്ന് പോലീസ് പറഞ്ഞു. 2 പേർക്കുമെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രതികളെ കണ്ടെത്താൻ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതേസമയം SIയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കാർ തൊടുപുഴ വെങ്ങല്ലൂരിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കാറിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. ഒന്നാം പ്രതി കാർ ഓടിച്ച മുഹമ്മദ് ഷെരീഫ് മൂവാറ്റുപുഴയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച 3 പേരെ കല്ലൂർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം. കാലിനും കൈക്കും പരിക്കേറ്റ SI മുഹമ്മദിനെ കഴിഞ്ഞ ദിവസം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഇദ്ദേഹം അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. പാട്രോളിംഗിനിടെ വഴിയരികിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ SI മുഹമ്മദ് വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. യുവാക്കൾ ഇതിന് തയ്യാറായില്ല. പിന്നീട് വാഹനം മുൻപോട്ടെടുത്ത് യുവാക്കൾ SIയെ റോഡിൽ ഇടിച്ചു വീഴ്ത്തി. ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറ്റിയിറക്കി പ്രതികൾ കടന്നുകളയുകയായിരുന്നു. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. കഴുത്തിലും കൈയിലും പരിക്കേറ്റു. ന്യൂസ് 18 ഇടുക്കി.